ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള കേക്ക് കോർണർ ആൻഡ് രുചിക്കൂട്ടിൻ്റെ ഓണറായ നമ്മുടെ സ്വന്തം കൃഷ്ണ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണ ചേച്ചിയെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഷോയിലേക്ക്. കൃഷ്ണ ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഹായ്. അപ്പോൾ ഇന്ന് അതെ ബൗളും വലിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഇന്നൊരു ടേസ്റ്റി പിന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ടീ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. ടീ കേക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഉറപ്പായിട്ടും. നമുക്കിത് മൈദ എന്നുള്ളൊരു ഇത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡർ ഒന്നും അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ഉള്ളൂ. അത് അവോയ്ഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആരുണ്ടാക്കിയാലും ശരിയാവുന്ന ഒരു കേക്ക്. അതാണ്, ആരുണ്ടാക്കിയാലും ശരിയാവുന്ന ഒരു കേക്ക്. അതാണല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. മോസ്റ്റ്ലി ഉണ്ടാക്കുമ്പോൾ ബാറ്റർ ഒക്കെ ശരിയാകാണ്ട് വന്ന് അതേപോലെ കളയേണ്ടി വരുന്ന അവസ്ഥ വരെ. ഇത് ജസ്റ്റ് ബീറ്റിംഗ് മാത്രം, ബട്ടർ ബീറ്റ് ചെയ്യുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ട് ബേസിക് ബിഗിനേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ബേക്കിംഗ് വളരെ താല്പര്യമായിട്ടുള്ള പക്ഷെ പാളിപ്പോയിട്ടുള്ളവരൊക്കെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ എത്ര ക്വാണ്ടിറ്റിക്കാണ് ഉണ്ടാക്കുന്നത്? 1 kg ആണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ബേസിക് ആയിട്ട് ഇപ്പം വീട്ടിൽ ചെറുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി, ഹാഫ് എടുത്താൽ മതി. ഹാഫ് kgക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്? ഇപ്പം ബട്ടർ ഉണ്ട്, പിന്നെ എഗ് ഉണ്ട്. 4 egg ആണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ 200 grams ആണ് യൂസ് ചെയ്യുന്നത്. ഹാഫ് kg വേണമെങ്കിൽ 100 grams എടുത്താൽ മതി. പിന്നെ മൈദ 1.5 cups ആണ്. പിന്നെ എല്ലാം മെഷറിംഗ് കപ്സിൽ മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അതെ. പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. പിന്നെ ഇത് ഗീ ആണ്, പൗഡേർഡ് ഷുഗർ ആണ്. പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ ഓപ്ഷണൽ ആണ്. പിന്നെ മിൽക്ക് മെയ്ഡ്, കണ്ടൻസ്ഡ് മിൽക്ക്. അതിൽ ഈ മിൽക്ക് മെയ്ഡും ഗീയും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലോ എന്നൊന്നുമില്ല. ഏത് അവോയ്ഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യജ്ഞം ആരംഭിക്കാം. അതെ, ഫസ്റ്റ് നമുക്ക് ഇതിന് 200 grams ബട്ടർ നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അളന്നെടുക്കുന്നതാണ് നല്ലത്. ബട്ടർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിന്റെ ടെക്സ്ചർ മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് 200 grams. ഇപ്പൊ ഞാൻ എടുത്ത് പ്രാക്ടീസ് ആയതുകൊണ്ട് ഞാനൊരു കണക്കിന് അങ്ങ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. നോർമലി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 100 grams വീതം ഏത് കിട്ടും, നമുക്ക് ബാർസ് പോലെ കിട്ടും. അപ്പം 2 bars എടുത്താൽ മതി. ഹാഫ് kg ആണെങ്കിൽ 1 bar എടുത്താൽ മതി. ഇതിപ്പോ നമ്മൾ 500 ഗ്രാമിന്റെ ആണോ ഈ ക്യൂബ്? ഇത് 500 grams ക്യൂബ് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു 200 grams ആണെന്ന് എടുക്കുന്നത്. എനിക്ക് എടുത്തിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് എനിക്കത് ഞാൻ അറിയാം എത്ര ക്വാണ്ടിറ്റി ആണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ 200 grams എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൃഷ്ണ ചേച്ചി ഇവിടെ എക്സ്പേർട്ട് ആയത് കാരണം ഇങ്ങനെ എടുത്തതാണ്. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അളന്നെടുക്കുന്നതാണ്. അതെ, ഇത് എങ്ങനെ അളന്നെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെയിങ് സ്കെയിൽ കിട്ടും, നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ നമ്മൾ വെയ് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ബൗൾ വെച്ചിട്ട് വെയ് ചെയ്ത് 200 grams വെയ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പൊ 200 grams കറക്റ്റ് പക്ക ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നും വരത്തില്ല, കൂടി പോകാതിരുന്നാൽ മതി. ഓക്കെ, ഇത് പൗഡേർഡ് ഷുഗർ ആണ്. ഒരു ഹാഫ് കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഒരു 3/4 കപ്പോളം കിട്ടും. അതാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് കറക്റ്റ് ആയിട്ട് ഒരു ഹൈ ലെവൽ എന്ന് പറയുന്നത് 1 കപ്പ് വരെ കൂടുതൽ ഷുഗർ എന്നുള്ള രീതിയിൽ ഇടാം. ഒത്തിരി മധുരം വേണം എന്നുള്ളവർക്ക്. അല്ലാന്നുള്ളവർക്ക് നമുക്കൊരു 3/4 കപ്പൊക്കെ, എനിക്കൊക്കെ മീഡിയം ലെവൽ ഷുഗർ ഒക്കെ മതി. ഞാൻ കുട്ടികൾക്കൊന്നും അധികം ഷുഗർ കൊടുക്കാറില്ല. അതുകൊണ്ട് എനിക്കൊരു 3/4 കപ്പ് തന്നെ നോർമൽ നല്ല ഷുഗർ. കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് എക്സ്ട്രാ റിച്ച് ആയിപ്പോവും. പിന്നെ നമ്മൾ മധുരമൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നില്ലല്ലോ ഇപ്പോ. അതാണ് നല്ലത്. ഇപ്പോൾ നമ്മളൊരു 3/4 കപ്പ്. അത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്തായാൽ നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചിലപ്പം കേക്കിന്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറാനുള്ള ചാൻസസ് ഉണ്ട്. എഗ് ആയിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബേക്കിംഗ്, ഏത് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ആയിരുന്നാലും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ തന്നെ എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം ഫസ്റ്റ്. എല്ലാവരും ഈ ഒരു ഇതാവുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യും, പക്ഷേ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയിട്ടേ ഉള്ളൂ. ഇത് നല്ല വൈറ്റ് കളറിലാവും, നല്ലൊരു ക്രീമി ആയിട്ടാകുമ്പോഴേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സ്ലോ സ്പീഡിൽ, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മൊത്തം തെറിച്ചു പോകും, പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല അതിനകത്ത്. അപ്പോഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയി കഴിഞ്ഞിട്ട് ഫുൾ സ്പീഡിൽ ഒരു 5 minutes ഓവർ ബീറ്റിംഗ് അങ്ങനെ ഒന്നും ആകത്തില്ല ഇതിൽ. എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്.
അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം അല്ലേ? എന്നിട്ടാണ് അടുത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. ഇതിന്നും കുറച്ചുകൂടെ വൈറ്റിഷ് ആക്കുകയെങ്കിൽ അത്രയും നല്ല. നമ്മളെ കേക്ക് അത്രത്തോളം സോഫ്റ്റ് ആവും. നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്ത് അത് നല്ലപോലെ ഒരു സോഫ്റ്റ് ആക്കണം, ബട്ടർ സോഫ്റ്റ് ആക്കുന്നു, അത്രത്തോളം നമ്മുടെ കേക്കും സോഫ്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബട്ടർ എല്ലാം കൂടെ ഉരുകിയിട്ട് മേളിൽ ഇങ്ങനെ ബബിൾസ് പോലെ വന്ന് കേക്ക് ഉള്ളിൽ കുക്ക് ആകത്തില്ല. അങ്ങനത്തെ ഒരു ചാൻസ് വരാം. അത് ഈ ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ഈ ടീ കേക്കിന്റെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്ഗും കൂടെ ബീറ്റ് ചെയ്താൽ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയി നല്ലപോലെ വരും എന്നുള്ളത് ഉറപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി എന്താ ആഡ് ചെയ്യണ്ടേ? മുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് 1 by 1 ആയിട്ട് തന്നെ ആഡ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബീറ്റിംഗ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് എഗ്ഗ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ വേറൊരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് തോടൊന്നും ഇല്ലാതെ എടുക്കുന്നതാണ് സേഫ്. കാരണം ഇതിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാൻ പാടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 4 മുട്ടയും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എസൻസ്, വാനില എസൻസ് ആഡ് ചെയ്യുന്നത് ടേസ്റ്റ് കൂട്ടാനും പിന്നെ നമ്മൾ എല്ലാ കേക്കിലും എഗ്ഗിന്റെ സ്മെല്ല് മാറാനും കൂടെ. എഗ്ഗിന്റെ സ്മെല്ല് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമൊക്കെ വരത്തില്ല. ഇതിപ്പോ നമ്മൾ 1 സ്പൂൺ ആണോ ചേർത്തത്? 1 സ്പൂണാണ് ചേർത്തത്. 1 ടീസ്പൂൺ മതി, ധാരാളമാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിൾ എസൻസിന് പകരം ഓറഞ്ച് എസൻസോ മാംഗോയുടെയോ ഇഷ്ടമനുസരിച്ച് ഇതും ജസ്റ്റ് 1 ടീസ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതും ഓപ്ഷണൽ അല്ലേ? ഓപ്ഷണൽ ആണ്. ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ജാം, ഏതിൻ്റെങ്കിലും ജാം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ജാം ആഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം നമ്മൾ മധുരം അതനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ജാം ഈ എസൻസിന് പകരം ആഡ് ചെയ്യാവുന്നതാണ്? അല്ല, ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ, കേക്കിന്റെ കൂടെ തന്നെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ മിൽക്ക് നീഡ്, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ചേർക്കാം, ചേർക്കുവാണെങ്കിൽ ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോ നമ്മൾ എത്ര സ്പൂൺ എടുത്തു? ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തു. ഫുള്ളും ഒഴിക്കുന്നുണ്ട്? ഫുള്ള് ഒഴിക്കുന്നില്ല, ഞാനൊരു നോക്കിയിട്ടേ ഒഴിക്കുന്നുള്ളൂ. കാരണം ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു വെച്ചിരുന്നത്. എക്സ്പേർട്ട് ആയത് കാരണം 2 സ്പൂണൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് ഒക്കെ നമ്മൾ ഇൻഷുലി ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം അളന്നെടുത്ത് കറക്റ്റായിട്ട്, ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. നോക്കിയിട്ട് നമുക്കൊരു മനക്കണക്കുണ്ടല്ലോ, അത് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ വീട്ടിലുള്ള കപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് അങ്ങനെയൊന്നും എടുക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ഫസ്റ്റിൽ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇതുപോലുള്ള മെഷറിംഗ് കപ്സും മെഷറിംഗ് സ്പൂണും ഒക്കെ വാങ്ങിച്ച് അതിൽ അളന്നെടുത്തിട്ട് മാത്രമേ ചെയ്യാവൂ. ചീറ്റ് പോയ കൃഷ്ണ ചേച്ചിയുടെ പേര് പറയരുതെന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു കേക്കാണ്. ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ, ഫ്ലോപ്പ് ആവാൻ വളരെ ചാൻസസ് ഉണ്ട്. പക്ഷേ ആദ്യമുള്ള ആ ബീറ്റിംഗ് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കേക്ക് തന്നെ കിട്ടും. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒത്തിരി നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയി അതൊന്ന് ഇൻകോപ്പറേറ്റ് ആവണം, അത്രേ ഉള്ളൂ. ഇത് ഗീ ആണ്. ഗീ ബട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഗീ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഓവർ ആവത്തില്ലെന്ന്. പക്ഷെ അല്ല, ഗീ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഗീയും 2 ടേബിൾ സ്പൂണോളമാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഗീയും കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിച്ച് കിറിഞ്ഞിരിക്കല്ലേ ശരിക്കും പറഞ്ഞാൽ. ഹൈ ആവൂല്ലേ അത് കഴിച്ചു കഴിയുമ്പോൾ? അതെ, ഇത് നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് നമ്മൾ 2 സ്ലൈസ് ഒക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫുള്ളായൊരു ഫീലിംഗ് കിട്ടും. പിന്നെ നല്ലൊരു ഫ്ലേവർ ആയതുകൊണ്ട് കഴിച്ചുകൊണ്ടും ഇരിക്കും, നിർത്താൻ തോന്നത്തില്ല. ഒത്തിരി കേക്ക്സ് ഉണ്ടാക്കുമെങ്കിലും ഈ കേക്കിന്, ഇത് എൻ്റെ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയ കേക്കാണ്. ഈ കേക്കിനാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഫാൻസ് കൂടുതൽ. എൻ്റെ ഹസ്ബൻഡിനായിരുന്നാലും മൂക്കായിരുന്നാലും ഒക്കെ ഈ കേക്കാണ്. എല്ലാവരും ഇവിടെ റെഡിയായി നിൽപ്പുണ്ട് കഴിക്കാനും വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ ആദ്യം ട്രൈ ചെയ്തിട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡർ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തില്ലെങ്കിലും കേക്കിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അത് കേക്ക് ഒന്ന് പ്രൂഫായി വരാൻ, പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാത്രം ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് ഒരു ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ബേക്കിംഗ് പൗഡർ എപ്പോഴും നമ്മൾ ഫ്ലോറിന്റെ കൂടെ അരിച്ചിട്ട് ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അരിക്കാതെയാണ് നമ്മൾ ഫ്ലോർ ആഡ് ചെയ്യുന്നതെന്നെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഇതിനകത്ത് ഫ്ലോർ ആഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് പൗഡറിന്റെ ഒരു കുത്തലൊന്നും വരത്തില്ല. ഇത് നമ്മൾ അരിക്കാതെ ഈ ഫ്ലോറിന്റെ കൂടെ ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കട്ടയായിട്ട് അതുമായിട്ട് ഇൻകോപ്പറേറ്റ് ആവാതെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ബേക്കിംഗ് പൗഡർ മാത്രം നിൽക്കും. എന്നിട്ട് അത് നമ്മുടെ കഴിക്കുമ്പോഴത്തേക്ക് അതാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പാളിപ്പോവും. അപ്പൊ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഇത് നമ്മൾ മൈദ 1.5 കപ്പാണ് എടുക്കുന്നത്. 1.5 1.5 കപ്പോളാണ് എടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ 1.5 കപ്പ് അല്ലേ? 1.5 കപ്പോളം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. വേണേൽ ഫോൾഡ് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം ബീറ്റ് ചെയ്ത് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റിലേ നമ്മൾ കയറി ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ ഓൾമോസ്റ്റ് അല്ല സെറ്റ് ആയി കഴിഞ്ഞു. ഇതിൽ നമുക്ക് ഇതിലേക്കൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. ഇതിൽ ആഡ് ചെയ്യാനില്ല. വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് ചോക്കോ ചിപ്സ്, കുട്ടികൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് മാറ്റേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്നേ അല്ലേ? ഗ്രീസ് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് വെച്ചേക്കുന്നത്. ഇതിപ്പോ നമ്മള് ബട്ടർ വെച്ചിട്ടാണോ? ബട്ടർ വെച്ചിട്ട് തന്നെയാണ് ഗ്രീസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ 1 kgക്കാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കുറേ പ്രാവശ്യം ബബിൾസ് ഉണ്ടെങ്കിൽ ബബിൾസ് പോകാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാം. നമ്മൾ ഇതൊന്ന് ലെവൽ ആക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് അവനിലോട്ട് വെക്കുമ്പോൾ ആ ചൂടടിക്കുമ്പോൾ തന്നെ അതൊന്ന് മെൽറ്റായി ലെവലായിക്കോളും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഫൈനൽ കിട്ടുമ്പോൾ എങ്ങനെയുണ്ട് പറഞ്ഞത് വിശ്വസിക്കാമോ നമുക്ക് അപ്പം അറിയാം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇങ്ങനെയാണ് ഇപ്പൊ നമ്മള് ബാറ്റർ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ അതേപോലെ കൺസിസ്റ്റൻസി ഒന്നും അല്ല ബാറ്ററിന്റെ. കുറച്ച് തിക്കായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ബേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ OTG ആണ് എപ്പോഴും നല്ലത്. അപ്പൊ ഞാനത് OTGയിലാണ് ബേക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ 180 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. 200 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180ൽ 35 to 40 മിനിറ്റ്സ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി ടേസ്റ്റിങ്ങിലേക്ക്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ്, നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാം. ആൾ സൈഡിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും അടിപൊളി കേക്ക് ആയിരിക്കും എന്നുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഇത്രയും പേഷ്യൻസ് നമുക്ക് ആ ഒരു ബീറ്റിംഗ് ടൈമിലത്തേക്ക് കൊടുത്തുവെങ്കിലും എൻഡ് റിസൾട്ട് വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇത്രയും മനോഹരമായിട്ടുള്ള കേക്ക് ഉണ്ടാക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. റെസിപ്പി ഷെയർ ചെയ്തതിലും ഒക്കെ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്ത് നമ്മൾ ഫ്രീ ആയിട്ടൊരു ബേക്കിംഗ് ക്ലാസ് കൂടെ എടുത്ത് തന്നിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. അതുവരെ ടാറ്റ.